ഹലോ ഫ്രണ്ട്സ്, എനിക്ക് കുറേ ദിവസമായിട്ട് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു ക്രേവിംഗ് ആണ്. പക്ഷേ ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് ഒരു പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ എല്ലാവരും റെസിപ്പി കണ്ട് തിരിച്ചു വരൂ, എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ അതിനായി ആദ്യം പാത്രം ചൂടായ ശേഷം ആവശ്യത്തിന് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചൂടായ ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയേക്കാളും കുറച്ച് കൂടുതൽ ഉണ്ടാവണം കേട്ടോ. ഇത് നന്നായി വഴണ്ടി വന്ന ശേഷം നമ്മൾ ഒരു 2-3 പച്ചമുളക് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും കൂടെ, ഇതൊരു 10-15 ചെറിയുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വന്ന ശേഷം അതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞതാണ് ആഡ് ചെയ്തത്. പിന്നെ അതിൽ കുറച്ച് അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നല്ലപോലെ സവാള വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്ന ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്ത് ഈ സ്പൈസസിൻ്റെ പച്ചമണം പോകുന്ന പോലെ നല്ല പോലെ വഴറ്റി യോജിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. ഞാനൊരു 1.5 തക്കാളി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് ഈ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് നമ്മുടെ സ്പൈസസുമായിട്ട് യോജിച്ചു വരണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തൈര്, ഞാനൊരു 1.5 സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈരും ഇട്ട് പിന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും അത് ആവശ്യത്തിലേറെ ആഡ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അതും ഇട്ട് നല്ലപോലെ യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ, ഞാനിവിടെ 1 കിലോ ചിക്കനാണ്, 3/4 കിലോ അരിയുമാണ്. അതിൻ്റെ അളവാട്ടോ ഈ ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിക്കനും ആഡ് ചെയ്ത് ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ സ്പൈസസ് ഈ മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം, അതിനൊരളവില്ല, ഒരു കുറച്ച് വെള്ളം, ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ വെന്ത ശേഷം അടപ്പ് മാറ്റിയിട്ട് ആ ഗ്രേവി ഒന്ന് വറ്റണ വരെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർക്കാൻ വെച്ച അരി ആഡ് ചെയ്യുക. ഞാൻ ഏകദേശം 3 ഗ്ലാസ് അരി, അതായത് ഒരു 3/4 കിലോ അരി ഉണ്ടായിരുന്നു, ആ അളവിന് അരി ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായി നമ്മുടെ ചിക്കൻ മിക്സുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾക്ക് വെള്ളമാണ് ആഡ് ചെയ്യാനുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിന് വെള്ളമാണ്. അതൊരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്യരുത്. നമ്മളെപ്പോഴും അത് തിളപ്പിച്ച് ചൂടാക്കിയ വെള്ളം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ടച്ചടാൻ ബിരിയാണി റെഡിയാണ്. വളരെ എളുപ്പമല്ലേ? ഒരുപാട് പ്രോസസ്സ് ഒന്നുമില്ല. അപ്പം ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. അമ്മ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാലഡും കുറച്ച് ചോറും കുറച്ച് ചിക്കനും നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് എരിവ് കൂടി, ബട്ട് അതർവൈസ് ടേസ്റ്റ് അടിപൊളിയാണ്. നല്ല ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.